ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവിൻ, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാച് തന്ത്രശാലിയാണ്. അവൻ്റെ എല്ലാ തന്ത്രങ്ങളും അവസാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മുൻപിലാണ്. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ യേശുക്രിസ്തു ജയാളിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കും. നിങ്ങളെ ജയിക്കുവാൻ ശത്രുവിന് കഴിയുകയില്ല. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവാൻ, ദൈവത്തിൻ്റെ സർവായുധവർഗം ദൈവം നമുക്ക് തന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. ദൈവം നമുക്കൊരു ശിരസ്ത്രം തന്നിട്ടുണ്ട്. അത് രക്ഷയാണ്. രക്ഷ എന്ന ശിരസ്ത്രം, ആ ശിരസ്ത്രം നമ്മെ രക്ഷിക്കും. നമ്മുടെ ശിക്ഷാവിധി മാറ്റിയ രക്ഷ, പുത്രനിലൂടെ നമ്മുടെ ശിക്ഷാവിധിയെ പിതാവ് മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മെ തകർക്കുവാൻ ശത്രുവിന് കഴിയില്ല. മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. പാപത്തിൻ്റെ ശക്തികൾക്ക് അധികാരമില്ല. നിങ്ങൾ സർവായുധവർഗം ധരിക്കുവിൻ. രക്ഷയുണ്ടെങ്കിൽ നിങ്ങളെ എതിർക്കാൻ ബുദ്ധിമുട്ടാണ്. നീതി എന്ന കവചമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തിയ കാൽവറിയിലെ ആ ജയത്തിൻ്റെ കവചം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ എതിർക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം നിങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ, സത്യമെന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവാണ്. പിശാച് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവൻ കാണുന്നത് ക്രിസ്തുവിനെയാണ്. അവന് നിൽക്കാൻ പോലും കഴിയുകയില്ല. നിങ്ങളുടെ കയ്യിൽ പരിചയമുണ്ടോ? അത് വിശ്വാസം എന്ന പരിചയമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. നിങ്ങളുടെ കയ്യിൽ വാളുണ്ടോ? അത് വചനമാണ്. വചനം ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, സർവായുധവർഗം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെയാണ് പിശാച് കാണുന്നത്. നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സർവായുധവർഗം ധരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിച്ചാൽ, സ്ഥിരതയോടെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കും. ദുർദിവസങ്ങൾ വന്നാലും നിങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് അവനെ നേരിടുവാൻ കഴിയും. ദൈവം നിങ്ങളുടെ യുദ്ധങ്ങളെ ഏറ്റെടുക്കും. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവിൻ, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.